ശരി, ശ്രീ സന്ദീപ് വാര്യർ, ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഇടത് സർക്കാരിനെതിരെ അല്ലെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിനെതിരെ ശബരിമല സ്ത്രീ പ്രവേശം ഒരു വിഷയമായി ഉന്നയിക്കാൻ കോൺഗ്രസിന് സാധിക്കില്ല. കാരണം നിങ്ങളുടെയും അവരുടെയും നിലപാട് ഒന്നാണ് എന്ന രൂപത്തിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള പറയാം, ആഗോള അയ്യപ്പ സംഗമം പറയാം, പക്ഷേ യുവതീ പ്രവേശം ഇനി പറയാൻ കഴിയില്ല, അത് അടഞ്ഞ അധ്യായം എന്ന രൂപത്തിലേക്ക് മാറുകയാണ്. എങ്ങനെയാണ് അത് അടഞ്ഞ അധ്യായമാവുന്നത്? ആ അധ്യായം ഇപ്പോഴും അടയ്ക്കാൻ കഴിയാത്തതുകൊണ്ടാണല്ലോ സുപ്രീം കോടതി കേസ് വീണ്ടും പരിഗണിക്കുന്നത്. ആ അധ്യായം അടയ്ക്കണമെങ്കിൽ സംസ്ഥാന സർക്കാർ അവരുടെ നിലപാട് കോടതിയിൽ അവതരിപ്പിക്കേണ്ടതുണ്ട്. കോടതിയിൽ സംസ്ഥാന സർക്കാർ അവതരിപ്പിക്കുന്ന നിലപാട് തീർച്ചയായിട്ടും പ്രസക്തമാണ്. ആ നിലപാടിൽ മാറ്റം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് സംബന്ധിച്ച് ഒരു ക്ലാരിറ്റിയും ഈ നിമിഷം വരെ വന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ബഹുജനങ്ങളോട് പറയാം, ഇക്കാര്യത്തിൽ UDF ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ VS സർക്കാർ കൊടുത്ത നിലപാട് മാറ്റി സത്യവാങ്മൂലം തിരുത്തി ആചാരലംഘനം അനുവദിക്കാൻ പറ്റില്ല എന്നുള്ള വളരെ ശക്തവും അതുപോലെ ധൈര്യപൂർവ്വമുള്ളൊരു നിലപാട് സ്വീകരിച്ചിരുന്നു. വിശ്വാസികൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് അന്ന് സുപ്രീം കോടതിയിൽ UDF സ്വീകരിച്ചത്. എന്തായാലും ഇവരുടെ ഈ നിലപാട് പുറത്തു പറയാൻ സാധിക്കാത്ത പ്രശ്നമൊക്കെ ഏതാനും ദിവസങ്ങളുടെ മാത്രം ഇനിയൊരു പ്രശ്നമാണ്. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ തീർച്ചയായിട്ടും വിശ്വാസികൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാട്, നേരത്തെ പ്രഖ്യാപിത നിലപാടിലേക്ക് UDF സർക്കാർ പോകും എന്നുള്ള കാര്യം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഇന്ന് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്ക് ആശങ്കപ്പെടാനൊന്നുമില്ല. ഇവരുടെ നിലപാടൊന്നുമല്ല ആത്യന്തികമായിട്ട് ഇവിടെ പ്രസക്തമാവാൻ പോകുന്നത്. വിശ്വാസികൾ ഇവർക്ക് കനത്ത തിരിച്ചടി കൊടുക്കും എന്നുള്ളത് ഒരു തർക്കവും വേണ്ട. ഇവിടെ ഈ നിലപാടുകൾ എന്തുകൊണ്ടാണ് പുറത്തു പറയണം, തുറന്നു പറയാൻ തയ്യാറാകണം എന്ന് പറയുന്നത്? കാരണം ഇവർ ആരെയാണ് വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്? അയ്യപ്പ സംഗമത്തിന് ക്ഷണിച്ചു കൊണ്ടുവന്നിട്ടുള്ള വിവിധ ഹിന്ദു വിഭാഗങ്ങളെ മുഴുവൻ പറഞ്ഞു പറ്റിക്കുകയല്ലേ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർ നിലപാട് വ്യക്തമാക്കണം. എന്താണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് അവർ പഴയ നിലപാട് തിരുത്തിയിട്ടുണ്ടോ? ഇപ്പോഴും പിണറായി വിജയൻ പണ്ട് പറഞ്ഞതുപോലെ തുല്യതയും അടക്കമുള്ള ഭരണഘടനാ മൂല്യങ്ങൾക്കാണ് വിശ്വാസത്തെക്കാളും ആചാരങ്ങളെക്കാളും പ്രാമുഖ്യം നൽകേണ്ടത് എന്ന നിലപാടിൽ തന്നെയല്ലേ ഇപ്പോഴും ഈ ഭരണകൂടം നിൽക്കുന്നത്? ആ നിലപാട് സത്യവാങ്മൂലം മാറ്റാത്തിടത്തോളം കാലം ഇവർക്ക് എങ്ങനെയാണ് അത് വിശ്വാസികൾക്കൊപ്പമാണ് തങ്ങളെന്ന് പറയാൻ സാധിക്കുക? അപ്പോൾ ഒരേ സമയത്ത് ഇരയോടൊപ്പം ഓടുകയും വേട്ടക്കാരോടൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന സമീപനം എങ്ങനെയാണ് അവർക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നത്? ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾക്ക് കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനം ഉണ്ടെന്നെങ്കിൽ ഇവർ മനസ്സിലാക്കണ്ടേ? അവർക്കിതെല്ലാം മനസ്സിലാകുന്നുണ്ട്. ഇവർ കാണിക്കുന്ന തട്ടിപ്പാണ്, ശുദ്ധ ഭോഷ്കാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ഇവിടെ സ്മൃതി ചോദിച്ച വളരെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ചോദ്യത്തിന് ഇടതുപക്ഷ നിരീക്ഷണം ഒരു മറുപടിയും തന്നില്ല. കാരണം അക്കാലത്ത് ആരെയൊക്കെ അങ്ങോട്ട് ക്ഷണിച്ചു കൊണ്ടുവന്നത്? ഇവിടെ പോലീസിലുള്ള DYFIക്കാരെ ഉപയോഗിച്ചുകൊണ്ട് അങ്ങോട്ട് ആചാരലംഘനം നടത്താൻ വേണ്ടി ആരെയൊക്കെ കൊണ്ടുപോയി? ഏതൊക്കെ ആക്ടിവിസ്റ്റുകളെ കൊണ്ടുപോയി? അവരുടെയൊക്കെ ഇന്നത്തെ അവസ്ഥ എന്താണ്? നിങ്ങളെ പിണറായി വിജയൻ സർക്കാരിനെ വിശ്വസിച്ചു കൊണ്ടുപോയ ആക്ടിവിസ്റ്റുകളുടെ നിലവിലെ അവസ്ഥ എന്താണ്? ഇതൊക്കെ കേരളത്തിലെ പൊതുസമൂഹം തീർച്ചയായിട്ടും ചർച്ച ചെയ്യില്ലേ? തമിഴ്നാട്ടിലെ മനീതി സംഘം മുതൽക്ക് ബിന്ദു അമ്മിണിയും കനകദുർഗയും അടക്കം മറ്റ് ചില BSNL നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള രഹന ഫാത്തിമ അടക്കമുള്ള എത്രയോ പേർ, എത്ര പേരെയാണ് അക്കാലത്ത് ഇവർ ആചാരലംഘനത്തിന് വേണ്ടി മലകയറ്റാൻ വേണ്ടി ശ്രമിച്ചത്? നമുക്ക് ആ ദിവസങ്ങളൊക്കെ മറക്കാൻ പറ്റുമോ? പൊറുക്കാൻ പറ്റുമോ? അന്ന് വിശ്വാസികൾ അനുഭവിച്ച വിഷമം, പ്രയാസം, കേരളത്തിലെ പൂജാമുറികളിൽ വിശ്വാസികൾ, പ്രത്യേകിച്ച് അമ്മമാരിരുന്ന് ഉള്ളുരുകി അയ്യപ്പ അയ്യപ്പ എന്ന് വിളിച്ച് കരഞ്ഞിരുന്ന രംഗങ്ങൾ എങ്ങനെയാണ് മനുഷ്യർ മറക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് വിശ്വാസികൾക്ക് മറക്കാൻ പറ്റുന്നത്? ഇതിൻ്റെ ശാപമൊക്കെ തീർച്ചയായിട്ടും പിണറായി വിജയൻ്റെ സർക്കാരിൽ പതിക്കുമെന്നുള്ളത് ഞങ്ങൾക്കൊരു സംശയവുമില്ല. അതാണല്ലോ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെത്ര തന്നെ അടക്കി വെക്കാൻ ശ്രമിച്ചാലും ഒതുക്കി വെക്കാൻ ശ്രമിച്ചാലും ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അനുദിനം പുറത്തു വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇവർ വെള്ളപൂശാൻ വേണ്ടി നടത്തിയിട്ടുള്ള അയ്യപ്പ വിശ്വാസ സംഗമത്തിലടക്കം കോടികളുടെ അഴിമതി നടത്തി എന്നിട്ടുള്ള തെളിവുകൾ പുറത്തു വരുന്നു. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇവർ എക്സ്പോസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഇവർ ഇനിയും കൂടുതൽ എക്സ്പോസ് ചെയ്യപ്പെടാൻ പോകുന്നു. അവർക്ക് ഒരു നിവൃത്തിയുമില്ല. ഏതെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ചേ പറ്റൂ. സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് തല്ല് കിട്ടും, സത്യം പറഞ്ഞില്ലെങ്കിൽ അച്ഛൻ പട്ടിയിറച്ചി തിന്നേണ്ടി വരും എന്ന ഗതികേടിലാണ് CPM നേതൃത്വം ഉള്ളത്. അതാണ് CPM നേതൃത്വത്തിന്റെ ഇന്നത്തെ ഗതികേട് എന്ന് പറയുന്നത്. അവർ സത്യം പറയാൻ സാധിക്കുന്നില്ല, നിലപാടെടുക്കാൻ കഴിയുന്നില്ല. കാരണം വിശ്വാസം ഇപ്പോൾ കോടതി കയറിയിട്ടുണ്ടെങ്കിലും അതിന്റെ വരവും ചെലവും ഒക്കുന്നില്ല എന്ന കാര്യത്തിലാണല്ലോ കോടതി കയറിയിരിക്കുന്നത്. അപ്പോഴും ഇവിടെ സമുദായ നേതാക്കൾ, അതിന്റെ വേദിയിലുണ്ടായിരുന്ന സമുദായ നേതാക്കൾ എടുക്കുന്ന നിലപാട് ഈ പറഞ്ഞ വോട്ടാണല്ലോ മുഖ്യം. അപ്പോൾ വോട്ട് മുഖ്യമാകുമ്പോൾ അവരെടുക്കുന്ന നിലപാട് എന്താണെന്ന് ഇപ്പോൾ കൃത്യമായി വരികയല്ലേ. ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറി നടത്തിയിരിക്കുന്ന പ്രതികരണം അത് പിണറായി സർക്കാരിന് അനുകൂലമാണ്. ശ്രീ സന്ദീപ് വാര്യർ, അല്ല, ഈ സമുദായ നേതാക്കൾക്കൊക്കെ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. ഇവിടെ വിശാലമായിട്ടുള്ള അർത്ഥത്തിൽ കേരളത്തിലെ രാജ്യത്തെ ലക്ഷക്കണക്കിന് വിശ്വാസികളെ പ്രതിനിധാനം ചെയ്യുന്നതും അവർക്ക് വേണ്ടി പോരാടുന്നതും അവരുടെ കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF നേതൃത്വമാണ്. കാരണം ഭരണത്തിൽ വന്നിട്ടുള്ളത് UDF ആണ്. ഉമ്മൻചാണ്ടി സർക്കാരാണ് വിശ്വാസികൾക്ക് വേണ്ടി നിലപാടെടുത്തുള്ളത്. ഇവരാരുമല്ല നിലപാടെടുത്തിട്ടുള്ളത്. വിശ്വാസികൾക്ക് വേണ്ടിയുള്ള നിലപാടെടുത്തിട്ടുള്ളത് ഉമ്മൻചാണ്ടി സർക്കാരും UDF ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമാണ്. അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അത് വിശ്വാസികൾക്കറിയാം.
അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇക്കാര്യത്തിലെ നിലപാട്, രാഷ്ട്രീയമായിട്ടുള്ള നിലപാട്, ഇക്കാര്യത്തിൽ അയ്യപ്പ ഭക്തർ ഈ ആചാരലംഘനവുമായി ബന്ധപ്പെട്ട് നടന്ന വേട്ടയുടെ ഭാഗമായി വ്രണിത ഹൃദയരായിട്ടുള്ള ലക്ഷക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തർക്ക് ഞങ്ങൾക്ക് കൊടുക്കാനുള്ള വാക്കെന്ന് പറയുന്നത് 60 നാളുകളോ 70 നാളുകൾക്കോ അപ്പുറം കേരളത്തിൽ നടക്കാനിരിക്കുന്ന ഭരണമാറ്റത്തോടു കൂടി ഈ വിഷയങ്ങളൊക്കെ അവസാനിക്കുമെന്നുള്ളതാണ്. ശബരിമലയിലെ ആചാരം സംരക്ഷിക്കപ്പെടും, വിശ്വാസികളുടെ വികാരങ്ങൾ സംരക്ഷിക്കപ്പെടും എന്നുള്ളതിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല. അത് UDFന്റെ പ്രഖ്യാപിത നിലപാടാണ്. അങ്ങനെ ഒരു നിലപാട് ആർജവത്തോടു കൂടി പറയാൻ എന്തേ പിണറായി വിജയന് കഴിയാതെ പോകുന്നു? എന്തേ ഇടതുപക്ഷത്തിന് കഴിയാതെ പോകുന്നു? എന്തേ ഗോവിന്ദ മാഷ് വാക്കുകൾക്ക് പുറകിൽ ഒളിക്കുന്നു? എന്തേ അവർക്ക് കൃത്യമായ നിലപാട് പറയാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ട് അഫിഡവിറ്റ് തിരുത്താൻ കഴിയുന്നില്ല? അങ്ങനെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, വിശ്വാസി സമൂഹത്തിന് അല്ലെങ്കിൽ വിവിധ സമുദായ സംഘടനകൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ കഴിയണ്ടേ? അത് നടത്തുമെന്ന് പറയണ്ടേ? അത് ആർജവത്തോടുകൂടി പറയണ്ടേ? തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളിത് തിരുത്തുന്നു എന്ന് എന്തേ പറയാത്തത്? എന്തേ കോടതിയിൽ കൊണ്ടുപോയത് മാറ്റാത്തത്? അത് മാറ്റുന്നത് വരെ ഇവരിലുള്ള സംശയം, ഇവരുടെ ചെയ്തികളിലുള്ള സംശയം, ഇവരുടെ നിലപാടുകളുടെ സംശയം അത് പൊതുസമൂഹത്തിലുണ്ടാകും, വിശ്വാസ സമൂഹത്തിലുണ്ടാകും. അതിനുള്ള തിരിച്ചടി അവർക്ക് തീർച്ചയായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും. Debate with Smriti Parithikar.